േക്കാൾ ടിക്കറ്റ് വെൻഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ വരുമാനം കൂടിയോ ഇല്ലയോ, നമ്മുടെ ഒരു എഫർട്ട് കൊണ്ട് എന്തെങ്കിലും നടന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിൽ ഒരു ക്യൂരിയോസിറ്റി കൊടുത്തത്. പക്ഷേ അതാണ് ഏറ്റവും ഷോക്കായത്. കാരണം ഓഗസ്റ്റിൽ അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷം സംതിങ് ആയിരുന്നു, അൺറിസർവ്ഡ് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ. പക്ഷേ വിവരാശം കൊടുത്ത് ഡിസംബറിൽ വിവരാശം കൊടുത്തതിന് ശേഷം ഡിസംബറിൽ വിവരാശം കൊടുത്തു. അതിന് കിട്ടിയ മറുപടിയിൽ ഓഗസ്റ്റിലെ 15 ലക്ഷവും നമ്മുടെ സെപ്റ്റംബർ തൊട്ടടുത്ത മാസത്തിൽ വന്നപ്പോഴത്തേക്ക് 24 ലക്ഷമായിട്ടാണ് ഈ റവന്യൂ ഇൻക്രീസ് ചെയ്തത്. അത് 9 ലക്ഷം രൂപയുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായി. പിന്നെ അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഞാൻ ഡിസംബർ വരെ ചോദിച്ചു, അങ്ങോട്ടുള്ള മാസത്തിൽ 21 ലക്ഷം 22 ലക്ഷം ഒരു 20+ ലാക്സിൻ്റെ ഇൻക്രീസാണ് ഇങ്ങനെ എനിക്ക് മറുപടിയായിട്ട് കിട്ടിയത്. അപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം അതും വരെ ഒരു പ്രോപ്പർ എഫക്റ്റീവായിട്ട് ടിക്കറ്റ് വെൻഡിങ് നടക്കുന്നില്ലായിരുന്നു എന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി 2 വർഷത്തിൽ. പക്ഷേ അതിലൊരു സന്തോഷമുണ്ട്. കാരണം ജനങ്ങൾക്കിപ്പം എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതി ചെയ്യണമെന്ന്. കാരണം എല്ലാവരും പറയുന്നത് പറഞ്ഞൊരു ജനാധിപത്യത്തിൽ നമ്മളൊരു പൗരൻ വിചാരിച്ചിട്ടൊന്നും നടക്കാനില്ല, നിസ്സഹായ മറുപടിയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് ചുറ്റുന്ന ചെറിയ കാര്യങ്ങളായാലും ചെയ്താൽ ചിലപ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പലരും അതാണ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ വിനായക സച്ചിൻ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരും ഈ തെക്കോട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയാണ് ഈ ശനിയാഴ്ച ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കുള്ള ദിവസമാണ്. ആ ദിവസങ്ങളിൽ ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ തൊട്ടടുത്ത 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല. ആ സമയത്ത് UTS ഒന്നും വർക്ക് ചെയ്യത്തില്ല. UTS ആപ്പ് വഴിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴൊന്നും അത് ചിലപ്പോൾ പ്രവർത്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശ ചോദ്യം അവിടേക്ക് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ റെയിൽവേക്ക് മനസ്സിലായി എന്തോ മുട്ടം പണി വരുന്നുണ്ടെന്ന്. അങ്ങനെയാണ് എത്രയും വേഗം തന്നെ ഒരു ടിക്കറ്റ് വൈൻഡിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചു. അവിടെ ഒരാളെയും സ്ഥാപിച്ചു. കൂടാതെ ടിക്കറ്റ് കൗണ്ടറിൽ സ്ഥിരമായിട്ട് ടിക്കറ്റ് ക്ലർക്കിനെ കൂടി അവർ നിയമിക്കുകയും ചെയ്തു. സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്ന ക്ലർക്ക് രാവിലെ വന്നിട്ട് പിന്നീട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. എന്തായാലും വിനായക സച്ചിൻ്റെ ആ ഒരു ഇടപെടൽ ഇത്തരത്തിൽ വലിയൊരു ഗുണം യാത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ വേഗം തന്നെ ഇവിടുന്ന് ടിക്കറ്റ് ലഭ്യമാകും. 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇവിടെ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ടിക്കറ്റ് എടുക്കാം. മറ്റില്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വീണ്ടും നമുക്ക് ഈ ഓവർബ്രിഡ്ജ് കയറി നമുക്ക് ഇവിടേക്ക് വന്ന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും യാത്രക്കാർക്ക് വലിയൊരു ഗുണം ചെയ്തു. അതുമാത്രമല്ല 2-ാം പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് കൗണ്ടറിൽ 24 ലക്ഷം രൂപ വരുമാനവുമായി എന്നാണ് വിനായക സച്ചിന് നൽകിയ വിവരാവകാശ രേഖയിൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകൾക്കിതൊരു വലിയ മാതൃകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാറിയിരുന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയൊരു മറുപടി തന്നെയാണ്